നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ജേണിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ് ഉള്ളത്. അതുപോലെ ഈ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കൗണ്ടർ പാർട്ട് DMO DFO അവരുടെ ഒരു അവസ്ഥ എന്താണ്, അവര് ഈ ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ ഏത് സിറ്റുവേഷനിലാണ് എത്തിയിട്ടുള്ളത്, അവര് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നതാണ്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പൊ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡിനെ കാണുന്നത് എംപറർ ആണ്, അതായത് ഡിവൈൻ മാസ്കുലൈനെയാണ് കാണുന്നത്. അതുപോലെ സെക്കൻഡ് കാർഡ് ഡിവൈൻ ഫെമിനൈൻ. അപ്പോ നിങ്ങൾ ഡിവൈൻ മാസ്കുലൈൻ ആണ് ഈ ഒരു റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ ഇവിടെ ഉണ്ട്. അതായത് നിങ്ങളൊരു കപ്പിൾ എനർജിയിലാണ് ഈ ഒരു റീഡിംഗിൽ വന്നിട്ടുള്ളത്. ഡിവൈൻ മാസ്കുലൈനും ഡിവൈൻ ഫെമിനൈനും, അതായത് നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയാ എനർജി, അതായത് ഡിവൈൻ മാസ്കുലൈൻ ആണ്, ഡിവൈൻ മാസ്കുലൈൻ്റെ ആ എനർജി ഇപ്പോഴും ബാലൻസ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ നിങ്ങളുടെ എനർജിയും ബാലൻസ്ഡ് ആയിട്ടില്ല. നിങ്ങളിൽ മാസ്കുലൈൻ എനർജി കംപ്ലീറ്റ്ലി വന്നിട്ടില്ല. അതുപോലെ ഡിവൈൻ മാസ്കുലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫെമിനൈൻ എനർജിയുമായിട്ട് എന്താ പറയാ ഒരു ബാലൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നാല് ഈ ഒരു റീഡിങ്ങില് നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലുള്ളവരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ടിൻ ഫ്ലെയിംസ് ആണ് എന്നുള്ളത് ഒരു കൺഫർമേഷൻ കൂടിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചനയിലാണ്. അതായത് അവരൊരു മെച്ചുവേർഡ് അല്ലാത്തൊരു ചിന്തയിലാണ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണോ എന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. അതുപോലെ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലൈനൈറ്റിന്റെ ഏറ്റവും പവർ പീക്കിലാണ് നിൽക്കുന്നത്. അതായത് അവര് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ എന്താ പറയാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അവരവരുടെ ലക്ഷ്യങ്ങളൊക്കെ എന്താ പറയാ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഡിവൈൻ ഫെമിനൈൻ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആയിട്ട് സെൽഫ് ലവ് ചെയ്ത് അവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴവരൊരു സ്റ്റെബിലിറ്റിയിൽ എത്തിയിട്ടുണ്ട്, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയിൽ അവർ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്പർ 3 ആണ് കാണിക്കുന്നത്. 3 എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. അതായത് വ്യാഴത്തിന്റെ എനർജിയാണ് 3 എന്നുള്ളത്. വ്യാഴം എന്ന് പറയുന്നത് എന്താ പറയുക സമ്പത്തിന്റെ ഒരു കാരകനാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു, പക്ഷെ അതൊരു മെച്ചുവേർഡ് ആയിട്ടല്ല. അതായത് അവര് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന പോലെ അത്രേ ഉള്ളൂ. അല്ലാതെ അവര് സ്റ്റേബിൾ ആയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അവിടെ നിൽക്കണം, സംസാരിക്കണം, നിങ്ങളോട് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നിൽക്കണം എന്നുള്ളൊരു കാര്യത്തിലല്ല. അവര് വന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുപോലെ ഒരു ടവർ മൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു എക്സ്ട്രീംലി ഒരു ചേഞ്ച്, ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു നിങ്ങളെ മൊത്തമായിട്ട് പിടിച്ചു കുലുക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാനുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ മാസ്കുലൈനിറ്റി ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ മാസ്കുലൈനിറ്റി ബാലൻസിലേക്ക് നിങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു എന്താ പറയാ ഒരു മാറ്റം, ഒരു എക്സ്ട്രീമിലി ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ. ഡിവൈൻ മാസ്കുലൈൻ ആണെങ്കിൽ ഈ റീഡിംഗ് കാണുന്നത് അവര് പൊതുവെ ഡിവൈൻ മാസ്കുലൈൻ റീഡിംഗ് കാണാൻ സാധ്യതയില്ല. അവർ ഈ ഒരു സ്പിരിച്വാലിറ്റിയേക്കാൾ കൂടുതൽ അവര് മെറ്റീരിയലിസ്റ്റിക് വേൾഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരായതുകൊണ്ട് അവര് എന്താ പറയാ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരായിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻസ് ആണ് ഈ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലൈൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്,
അവര് ഇമോഷണലി, പ്രത്യേകിച്ച് ഇപ്പോ അമാവാസിയൊക്കെയാണ്, അപ്പൊ അവര് ഈ ഒരു ടൈമില് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നു. ആ ഒരു ഇമോഷണലി അവര് വളരെ ഒരു വീക്കായ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അതുപോലെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവർക്കുണ്ട്. അതായത് അവര് ഈ ഒരു ഡിവൈൻ ഫെമിനൈനെ, അതായത് നിങ്ങളെ കുറിച്ച് ചിന്തിച്ച് വളരെ വിഷമിക്കുന്നതായിട്ടും അവരുടെ ലൈഫിലുള്ള ഒരു സന്തോഷങ്ങളും അവർക്ക് കാണാൻ പറ്റാതെ വിഷമത്തോട് കൂടിയിട്ട് അവരുടെ നഷ്ടങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അതുപോലെ അവര് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങളൊരു അവരുടെ ആഗ്രഹമാണ് നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവരത് ആ ഒരു ഇമോഷൻസ് ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ള കാണിക്കുന്നത്. അവർ നിങ്ങളോട് അതൊന്നും പറയാൻ സാധ്യതയില്ല, വെറുതെ ഒന്ന് വരാൻ സാധ്യതയുണ്ട്. വന്നിട്ട് അവരുടെ ആ ഒരു ഇമോഷണൽ ഇപ്പോ പീക്കിലെത്തിയ ഒരു സമയമാണ്. അതായത് അവര് ഈ ഒരു എന്താ പറയാ, അമാവാസി ന്യൂ മൂൺ ആയിട്ടുള്ള ആ ഒരു ടൈമിലൊക്കെ അവര് ഇമോഷണലി ഇൻബാലൻസ്ഡ് ആയിരിക്കും. അപ്പോ ആ ഒരു സമയത്ത് അവര് എന്താ പറയാ, ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട് ഡിവൈൻ മാസ്കുലിന്. അപ്പോ ഡിവൈൻ ഫെമിനിൻ ഇപ്പോ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് കടന്നൊരവസ്ഥയാണ് കാണുന്നത്. അപ്പൊ ഡിവൈൻ ഫെമിനിൻ എന്തായാലും അവര് വന്നാലും പോയാലും ഒരു നോ മാറ്റർ ആയിട്ട് അത് അവരെ ബാധിക്കാത്തൊരു ലെവലിൽ എത്തിയതായിട്ടാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയതിൽ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻ. നിങ്ങളുടെ ഒരു റൈറ്റ് പാത്തിലാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ യൂണിയനിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ അവരുടെ ഇമോഷണലി വീക്കാണെങ്കിൽ അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി അതിനുശേഷം അവര് ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനാണ് സാധ്യത. നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നത് അതേ വേയിലൂടെ തന്നെ അവരും സ്പിരിച്വാലിറ്റിയിലേക്ക് വരും. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻസ് ആണ് ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ, സെൽഫ് ലവോ ആയിട്ടും അതുപോലെ നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.